ഹലോ, ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുപാട് കഴിക്കണമെന്നില്ല ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതുപോലുള്ളൊരു രസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകം, മല്ലിയില നല്ല ഫ്രഷ് മല്ലിയില, ഞാൻ നട്ടുപിടിപ്പിച്ച മല്ലിയിലയാണ്, നല്ല പൂത്ത മല്ലിയില. അത് ആവശ്യത്തിന് പുളി നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം. ഞാൻ പുളിവെള്ളം പിഴിഞ്ഞ്, ഇവിടെ വലിയ പുളി ഇഷ്ടമല്ല എനിക്ക്, അത് കാരണം കുറച്ച് പുളിവെള്ളം കലക്കിയത്. കടുക് വറുക്കാനുള്ള വറ്റൽമുളക്, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് ചേർത്താലും വേറൊരു ടേസ്റ്റ് വരും. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. ഇതിനകത്ത് വറ്റൽമുളകൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ, മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുളിവെള്ളം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് നാരങ്ങാ നീരിനകത്തും ഇതുണ്ടാക്കാം. നാരങ്ങാ നീരാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നാരങ്ങയുടെ നീര്, പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് തന്നെ എടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതായിട്ട് എനിക്കൊരു മിക്സി ചതയ്ക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഇതായിരിക്കും. ഇതിലേക്ക് മല്ലിയും കുരുമുളകും, മഞ്ഞൾപ്പൊടി പിന്നെ പൊടിക്കേണ്ട ആവശ്യമില്ല, മഞ്ഞൾ പൊടി തന്നെയാണല്ലോ. കുരുമുളക്, ജീരകം, ഒരു നുള്ളി ജീരകം, എല്ലാം നല്ല മെഡിസിനൽ വാല്യുള്ള സാധനങ്ങൾ തന്നെയാണ്. വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചാൽ മതി. എല്ലാം ഒന്ന് പതുക്കെ ചതന്ന് പൊട്ടിയാൽ മതി. മല്ലിയെല്ലാം, കറിവേപ്പില ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇടണം. നല്ല ഹെൽത്തി, ഞാൻ പറഞ്ഞില്ല, നാരങ്ങ നീരും കൂടെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. നല്ല ഇത് നന്നായിട്ടൊന്ന് കടുക് വറുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഞാനെല്ലാം മൺപാത്രങ്ങളാണ്. ഇതിനൊക്കെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് മാറും. ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ആരും ഉണ്ടാക്കരുത്. മൺചട്ടിയിലിട്ട് കടുക് വറുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. ഞാൻ കാണിക്കാം. നമുക്കിതൊന്ന് കടുക് വറക്കാം. ഞാൻ ആ രസം തിളപ്പിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചതിൻ്റെ ആ കൊത്തെല്ലാം അങ്ങ് കളഞ്ഞു. എന്നിട്ട് ഇനി അതൊന്ന് കടുക് വറക്കാം. വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നെയ്യ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും മാത്രം മതി. നെയ്യ് ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് വരുമെന്നേ ഉള്ള. നെയ്യ് വേണ്ട. ഒഴിച്ചു, മല്ലിയില ഇട്ടു, ഒരു നുള്ളു ശർക്കര ഇട്ടു ഇതിലേക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതേപോലെ രസം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.